ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തനംതിട്ട സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനിയുടെ വാക്കിന് ഒരു വില പോലും കൊടുക്കാതെ മുത്തശ്ശൻ അവന്തികയായിട്ടുള്ള വിവാഹ നിശ്ചയം ഉറപ്പിച്ചിരിക്കുക കേട്ടോ. നമ്മുടെ അനി പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. എനിക്ക് അവളെ ഇഷ്ടമല്ല. എൻ്റെ ഒരു കുടുംബജീവിതം ഇങ്ങനെയായി. ഇനിയെങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വീട് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കഴിഞ്ഞു പോയിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയണ്ട, അങ്ങനെ കഴിയാൻ പറ്റില്ല. നിനക്കും ഒരു കൂട്ട് വേണം. നിനക്ക് പറ്റിയ നല്ലൊരു കൂട്ടാണ് അവന്തിക മോള്. മുത്തശ്ശ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവൾ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നോക്ക്, ഇത് എൻ്റെ വാക്കാണ്, ഞാൻ പറയുന്ന വാക്കാണ് നിങ്ങൾ കേൾക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അകത്തേക്ക് കയറി പോകട്ടെ. മുത്തശ്ശന്റെ സ്വാർത്ഥ സ്വഭാവത്തിന് മുത്തശ്ശൻ അകത്തേക്ക് കയറി പോകണ്ട. അപ്പൊ നമ്മുടെ ജാനകി പറയണ്ട്, അവന്തിക മോൾക്ക് എന്താടാ കുഴപ്പം? എല്ലാം കൊണ്ടും നല്ലൊരു മോളല്ലേ അവന്തിക മോള്. അനി പറയണ്ട്, അമ്മേ ഞാൻ പറഞ്ഞല്ലോ അവള് നല്ലവളായിക്കോട്ടെ, പക്ഷെ അവൾ ആരുടെ മോളാണ് എന്നും കൂടി അമ്മ ആലോചിക്കണം. പിന്നെ അവളിപ്പോ 2 വർഷം പുറത്തുപോയി പഠിച്ചപ്പോ സ്വഭാവം മാറി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, പക്ഷെ മുമ്പ് അവൾ ജനിച്ച സമയത്തുള്ള സ്വഭാവം അവളുടെ എന്തായിരുന്നോ അതും നിങ്ങൾ ആലോചിക്കണം എന്നൊക്കെ എന്നെ പറയാണ്. പക്ഷെ അതൊന്നും ആരും കേൾക്കുന്നുണ്ടോ. അവന്തിക നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദേവയാനിയുടെ അനി തന്റെ വിഷമം പറയണ്ട്, വല്യമ്മേ എനിക്ക് പറ്റില്ല വല്യമ്മേ അവളെ വിവാഹം കഴിക്കാനായിട്ട്, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് വല്യമ്മേ എന്ന് പറയുമ്പോൾ ദേവയാനി പറഞ്ഞിട, മോനെ എനിക്ക് മനസ്സിലായി, പക്ഷെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. അച്ഛന്റെ തീരുമാനം അതാണ് ഇവിടെ ഏറ്റവും വലുത്. നോക്ക്, ആദർശും നയനയും ഇവിടെ നിന്ന് പടി ഇറങ്ങിപ്പോലും അച്ഛന്റെ തീരുമാനത്തിന് അച്ഛന് ഒരു മാറ്റവും വരുത്തില്ല. അതുകൊണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടത്തോളൂ. എന്നാലും എന്റെ വാക്കിന് ഒരു വിലയില്ലേ വല്യമ്മേ ഈ വീട്ടില് എന്ന് പറയുമ്പോഴേക്കും ഞാൻ എന്ത് പറയാനാ മോനെ, എനിക്ക് നീയും ആദർശൊക്കെ ഒരുപോലെയാണ്. നിങ്ങളുടെ വിഷമം കാണുമ്പോൾ എനിക്ക് അച്ഛനോട് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ വീട്ടിന് പുറത്താവുന്നല്ലാണ്ട് വേറൊരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനും അകത്തേക്ക് പോവാണ്. അനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അനി ആ ഡിപ്രഷനിൽ നന്ദുവിനെ വിളിക്കുക കേട്ടോ. ഹലോ നന്ദു. നന്ദു ആദ്യം ഫോൺ എടുക്കാൻ മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഫോൺ എടുക്കുന്നുണ്ട്. എന്താ അനിയേട്ടാ? അതെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, നീ പുറത്തു വരാവോ? സോറി, ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല, അവരോട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് നിനക്ക് പുറത്തു വരാൻ പറ്റുമോ? ഇല്ല അനിയേട്ടാ, അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് നന്ദു ഫോൺ വെക്കാണ്. ഷോ, അവളും എന്നെ തെറ്റിദ്ധരിച്ചു, അവളും എന്നിൽ നിന്ന് അകന്നു. ഇത് എത്രാന്ത പ്രാവശ്യമോ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ എനിക്ക് കിട്ടില്ല. അനി അവളെ വിവാഹം കഴിക്കാനുള്ള ഭാഗ്യം അവനാണോ ആ നവീൻ എങ്ങനെയാണുള്ളത്? ഇല്ല, ഒരിക്കലുമില്ല. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നന്ദുവിന്റെ കൂടെ മാത്രമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അനി ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുക കേട്ടോ. അവിടേക്ക് നവ്യ വരുന്നുണ്ട്. ആ, എന്റെ മൂന്നാമത്തെ അനിയത്തീനെ എങ്ങനെ ഇവിടേക്ക് രണ്ടാമത്തെ അനിയത്തിനെ എങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരാന്നായിരിക്കും നീ ആലോചിക്കുന്നേ അല്ലേ? ഇല്ലടോ, ഒരിക്കലും അവൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. ആ സമയത്ത് അനി പറയണ്ട്, ഞാൻ ഏടത്തിടത്ത് ഒന്നും സംസാരിക്കാൻ വന്നില്ലല്ലോ, ഏടത്തിടത്ത് ഒന്നും സംസാരിക്കാൻ ഞാൻ വരുന്നുമില്ല എന്ന് പറയണ. നീ വരണ്ട, പക്ഷെ ഒരു കാര്യം, എന്തായാലും നന്ദു നീ വീട്ടിൽ കയറ്റാൻ വേണ്ടി ഞാനും സമ്മതിക്കില്ല. ഈ കാര്യത്തിൽ ഞാനും മുത്തശ്ശന്റെ കൂടെയാ. ഓഹോ, ഈ കാര്യത്തിലെങ്കിലും ഏടത്തി മുത്തശ്ശന്റെ കൂടെ നിന്നല്ലോ. അതേടാ നിന്നു, അതെന്താ കാരണം? വേറൊന്നുമല്ല, നന്ദു അവളെപ്പോലത്തെ ഒരു അഹങ്കാരി വേറെ ഇല്ല. എന്റെ അബീനെ 2 പ്രാവശ്യം ജയിലിലിട്ടവള്. അബിയേട്ടനെ ജയിലിട്ടിട്ടെങ്കിലേ അബിയേട്ടന്റെ കയ്യിലിരിപ്പ് കൊണ്ടിട്ടാ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നന്ദുവിനെ ഈ വീട്ടിൽ കയറ്റാനായിട്ട് ഞാനും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നവ്യക്ക് വല്ലാത്ത പാവം തോന്നുന്നു കേട്ടോ. പാവം അനി, ഇവൻ പറഞ്ഞത് എന്താ ആരും കേൾക്കാത്തത്? മുത്തശ്ശൻ എന്താ ഇങ്ങനെ സ്വാർത്ഥനായി പോയത്? നല്ലവനായിട്ടുള്ള ആദർശിനെയും നയനേനെയും ഇവിടുന്ന് പുറത്താക്കി. അതിനുശേഷം ദേ ഇപ്പോ അനിയുടെ വിവാഹം അവൻ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടിയായിട്ട് നടത്താൻ വേണ്ടി പോകുന്നു. അവന്തിക ആളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നണില്ല. ഈ അനി ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പോലും അവളൊരു നല്ല പെൺകുട്ടിയാണെങ്കിൽ അവൾ എന്താ ചെയ്യേണ്ടത്? ശരി, ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെ ജീവിക്കണം നല്ലതല്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവൾക്ക് മാറി ചിന്തിച്ചൂടെ? അത് അവൾക്ക് വയ്യ. അപ്പൊ അവൾക്ക് വാശി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അബിയുടെ വാശി, ജലജയുടെ വാശി അങ്ങനെ തന്നെ അവക്കും കിട്ടിയിട്ടുണ്ട് അവന്തികക്ക്. അല്ലെങ്കിൽ ഈ പാവനിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക നവ്യ ഇതിനെക്കുറിച്ച് തന്റെ കൂട്ടുകാരെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എടി, എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല അവന്തികനെ വിവാഹം കഴിക്കാനായിട്ട്. എനിക്കിഷ്ടം എൻ്റെ അനിയത്തി നന്ദുവിനെയാണ്. നന്ദുക്ക് അങ്ങനെ തന്നെയാണ്. അനിന്ന് വെച്ച ജീവനാണ് അവൾക്ക്. എടി, എങ്കിൽ നിങ്ങൾക്ക് ആ വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചൂടെ? എങ്ങനെ ആലോചിക്കാണ്? മുത്തശ്ശനും മുത്തശ്ശിയും നേരിട്ട് പോയി ചോദിച്ചാണ് അമ്മയുടെ അച്ഛൻ്റെ അടുത്തെ നന്ദുവിനെ കെട്ടിച്ചു കൊടുക്കാവോന്ന് എനിക്ക്. പക്ഷേ അവര് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യണം നിന്റെ പ്ലാന്? എന്തൊക്കെ സംഭവിച്ചാലും ശരി, എൻ്റെ നന്ദു പാവമാണ്. അവൾ ഇതുവരെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. നയനയുടെ പോലത്തെ ഒരു സ്വഭാവം വരുന്നു അവൾക്ക്. അവൾ ആകെ ജീവിതത്തിൽ സ്നേഹിച്ചൊരു പുരുഷനുണ്ടെങ്കിൽ അത് അനി മാത്രമാണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അവളെ കളിയാക്കുമായിരുന്നു, അവൾ വിവാഹം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുമെന്ന്. അവളുടെ തീരുമാനം അങ്ങനെ തന്നെയായിരുന്നു.
അവൾക്ക് വിവാഹത്തിനും പ്രണയത്തിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായില്ല. അനീനെ പരിചയപ്പെട്ടേ പിന്നെ അവളുടെ സ്വഭാവത്തിന് ഒരു മാറ്റമൊക്കെ വന്നു തുടങ്ങിയത്. അവളുടെ ജാതകത്തിലുണ്ട് അവൾ സ്നേഹിക്കുന്ന ആളെ തന്നെ അവൾ വിവാഹം കഴിക്കുമെന്ന്. പിന്നെ എങ്ങനെയാ ഈ അവന്തിക അനി വിവാഹം നടക്കാൻ പോകുന്നതെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോ എന്താ അറിയില്ല, ഈ ഞായറാഴ്ച മുത്തശ്ശൻ നിശ്ചയം വെച്ചിരിക്കുക, കുടുംബക്കാര് മാത്രമേ ഉള്ളൂ. പിന്നെ ആ നവീൻ വക്കീലത്തൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ആ നവീൻ വക്കീല് അതവരോട് പറയില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ചെയ്തേ പറ്റൂ, ഈ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ലടി. അതിനിപ്പോ എന്താ ചെയ്യാ? അല്ല, ഈ അനാമിക അറിഞ്ഞു കഴിഞ്ഞാ എന്തായാലും പ്രശ്നമാകുമെന്ന് നിനക്ക് ഉറപ്പാണോ? പ്രശ്നമാകുമെന്നോ? അവളെ മൂർത്തി മുത്തശ്ശനെ വരാ ചിലപ്പോ പിടിച്ചടിച്ചെന്ന് വരും. അത് മാത്രല്ല, അവൾക്ക് മുമ്പോട്ടെ അവന്തികനെ കണ്ടെടുത്താ കണ്ടുകൂടായിരുന്നല്ലോ. ഇനി ഇതും കൂടി ആകുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കും. അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം തരാണെങ്കിൽ മാത്രം കേസിൽ നിന്ന് പിൻവലിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലി നിൽക്കല്ല അവള്. അതുകൊണ്ട് അവൾക്ക് ഇത് സഹിക്കാൻ സാധിക്കില്ല. അവൾക്ക് ഇപ്പൊ വേറെ 2-3 കാമുകന്മാരുണ്ടെന്നാ കേട്ടത്. പക്ഷെ എങ്കിലും അനി വിവാഹബന്ധം വേർപ്പെടുത്താതെ അവൾ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കൂട്ടുകാരി പറയണ്ടേ, അല്ലെങ്കിലും അത് തെറ്റല്ലേടി. ഒരു വിവാഹ ബന്ധം വേർപെടുത്താതെ തന്നെ വേറൊരു നിശ്ചയം ചെയ്യാന്ന് വെച്ചാൽ അത് തെറ്റ് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ശിക്ഷ കിട്ടുന്ന തെറ്റാണ്. എടി, ശിക്ഷയൊന്നും കൊടുക്കണ്ട, ഈ വിവാഹ നിശ്ചയം ഒന്ന് മുടങ്ങിയാൽ മതി. എടി, അതിനൊരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. അവന്തികയുടെ അനിയുടെ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് ആ അനാമിക എടുത്ത് നീ പോയി കാര്യം പറ. അയ്യോ, ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അല്ലെങ്കിലും എന്താണ്, അവൾക്ക് നേരിട്ട് വന്ന് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അറിയാലോ അവളുടെ സ്വഭാവം, എന്ത് പറയുമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാനാണ് വിവാഹ നിശ്ചയം മുടക്കിന്ന് അനന്തപുരി വന്ന് കൊട്ടിഘോഷിക്കും അവള്. പിന്നെ അത് മതി അഭിക്കും അതുപോലെ തന്നെ ആ ജലജ എന്ന് പറഞ്ഞ തള്ളക്കും എല്ലാവർക്കും എന്നെ സംശയമാവാനായിട്ട്. പിന്നെ എന്നെ അവര് ഒരിക്കലും അടുപ്പിക്കില്ല. അതുകൊണ്ട് ഈ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് നീ ആയിട്ട് തന്നെ അവളോടൊരു മെസ്സേജ് ആയിട്ട് പറ. ഈ ഞായറാഴ്ച അനന്തപുരി കുടുംബമായിട്ട് വരാൻ അവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെന്ന് പറ. അത് കൊള്ളാം, അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പൊ ആകുമ്പോഴേക്ക് വേറെ പ്രശ്നമില്ല, പോലീസുകാരൊന്നും വിവരം അറിയിക്കത്തുമില്ലല്ലോ. അതെ, അങ്ങനെ മതി. പോലീസുകാരൊന്നും വേണ്ട, ഈ വിവാഹ നിശ്ചയം മുടങ്ങിയാൽ മതി എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു മെസ്സേജ് അയക്കാം. ഈ ഞായറാഴ്ച 10:30 അനന്തപുരിയിൽ എന്തോ ഒരു വലിയ പരിപാടി ഉണ്ട്, നിങ്ങളെ ക്ഷണിച്ചിട്ടില്ല, നിങ്ങൾ അവിടെ പോയി നേരിട്ട് കണ്ട നിങ്ങൾക്ക് പരിപാടി മനസ്സിലാവും എന്ന് മാത്രം അയച്ചാൽ മതിയോ? അത് മതിയടി എന്ന് നവ്യ പറയണം. അങ്ങനെ കൂട്ടുകാരി അങ്ങനത്തെ രീതിയിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അങ്ങനെ അയക്കുവാട്ടോ. അത് നേരെ അനാമികക്ക് പോകണ്ട. അച്ഛാ, ഈ ഞായറാഴ്ച എന്താ വിശേഷം? എനിക്കറിയില്ല, അനന്തപുരിയിൽ എന്തോ വിശേഷം ഉണ്ടെന്ന്. ചിലപ്പോ ആ മൂർത്തി മുത്തശ്ശന്റെ ചിലപ്പോ 90-ാം പിറന്നാളായിരിക്കും, അല്ലെങ്കിൽ വിവാഹ വാർഷികമായിരിക്കും. വല്ല 10-ഓ 60-ഓ 70-ഓ ഉള്ള വിവാഹ വാർഷികം എന്തിലായിരിക്കും. എനിക്കെന്താന്ന് അറിയില്ല, എന്തോ ഒരു വിശേഷമുണ്ട്. അല്ല, നിന്നെ അവര് ക്ഷണിച്ചോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അച്ഛാ, എന്നെ ക്ഷണിച്ചൊന്നുമില്ല. പക്ഷെ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നു. ആ വിവാഹ നിശ്ചയമല്ല, അവിടെ ഒരു പരിപാടി നടക്കുവാണെന്ന് പറഞ്ഞിട്ട്. എന്തായാലും എന്ത് പരിപാടി എന്ന് അറിയണമല്ലോ അച്ഛാ. പൈസ കുടുങ്ങുന്ന കേസാണെങ്കിലോ? ഇനി ആ അനിയുടെ വിവാഹം ഇങ്ങനെ ഉറപ്പിക്കോ വെച്ചാ? അങ്ങനെ ആവാൻ ചാൻസ് ഒന്നും ഇല്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഞായറാഴ്ച അങ്ങോട്ടേക്ക് പോവാം. അവര് വിളിക്കാത്തോണ്ട് സെക്യൂരിറ്റി നമ്മളെ കയറ്റി വിടും. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അങ്ങോട്ട് പോവാച്ചാ. അവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന് കണ്ടറിയാലോ എന്ന് അനാമിക പറയാണ്. അനാമിക ബാഹുലേനെയും കൂട്ടിക്കൊണ്ട് ഞായറാഴ്ച നമ്മുടെ അനിയുടെ വിവാഹ നിശ്ചയത്തിന് പോണെന്ന് ഇവർക്കും അറിയില്ല കേട്ടോ. അവർ നേരെ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഈ സംഭവങ്ങളൊക്കെ നടക്കാൻ പോണത്. അങ്ങനെ അവന്തികയും അനാമികയും തമ്മിലുള്ള ഒരു വഴക്കും വാക്ക് തർക്കവും അടി പിടി ബഹളം തന്നെയായിരിക്കും ഈ വിവാഹ നിശ്ചയത്തിന് നടക്കാൻ വേണ്ടി പോന്നിട്ട്. എന്തായാലും വിവാഹ നിശ്ചയം മുടങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.